ലോകത്ത് ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ തൊഴിലാളികളുടെ ഹിതമറിയാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് ടോപ് 10-ൽ അടുത്തതായി ഇടം പിടിക്കുന്നത്. തൊഴിലാളി യൂണിയനുകളുടെ അംഗീകാരം നിശ്ചയിക്കുന്നതിനായാണ് റെയിൽവേ ഹിതപരിശോധന നടത്തുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ 154 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഹിതപരിശോധനയെന്ന് കൊച്ചിയിൽ നിന്ന് ജി പ്രസാദ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടിലേക്ക്. റെയിൽവേ സോൺ അനുസരിച്ചാണ് തൊഴിലാളി യൂണിയനുകളുടെ ഭാവി നിശ്ചയിക്കുന്ന ഹിതപരിശോധന നടത്തുന്നത്. സദേൺ റെയിൽവേയിൽ നിലവിൽ INTUC-യുടെയും HMS-ന്റെയും നേതൃത്വത്തിലുള്ള SRES, SRMU എന്നീ സംഘടനകൾക്ക് മാത്രമാണ് അംഗീകാരമുള്ളത്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് BMS നേതൃത്വത്തിലുള്ള DRKS-നും അംഗീകാരം നൽകിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. അതൊന്നും തന്നെ തൊഴിലാളി സംഘടനകളുടെ അംഗബലമോ സ്വാധീന ശക്തിയോ കണക്കിലെടുത്തായിരുന്നില്ല. റെയിൽവേ ഭരണകൂടം കാലാകാലങ്ങളിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രണ്ട് സംഘടനകൾക്ക് അംഗീകാരം കൊടുത്തു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് റെയിൽവേയും ഹിതപരിശോധനയ്ക്ക് തയ്യാറാവുന്നത്. നവംബർ, ഡിസംബർ മാസങ്ങളിലായി തൊഴിലാളികളുടെ ഹിതപരിശോധന നടത്താനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാ തൊഴിലാളി യൂണിയനുകളും തങ്ങളുടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ ഇപ്പോൾ തന്നെ ഹിതപരിശോധനയുടെ വരവറിയിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ആദ്യമായി എത്തുന്ന ഹിതപരിശോധനയെ ജീവൻ മരണ പോരാട്ടമായാണ് റെയിൽവേയിലെ തൊഴിലാളി സംഘടനകൾ കാണുന്നത്. തൊഴിലാളികൾ തങ്ങളുടെ ഹിതമറിയിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അംഗീകാരമുള്ള യൂണിയനുകളുടെ സ്ഥിതി എന്താവും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.